നമസ്കാരം. ഇത്തവണത്തെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ രണ്ടാഴ്ച പുസ്തകങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ മറ്റ് സുപ്രധാന കാര്യങ്ങളിൽ ആദ്യ പാഠം നൽകുവാനാണ് തീരുമാനം. സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ാം തീയതിയാണ് തുറക്കുന്നത്. ജൂൺ 2-ാം തീയതി സ്കൂളുകൾ തുറന്നാൽ ആദ്യ രണ്ടാഴ്ചയിലെ പഠനം പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല. ലഹരി ഉപയോഗം, വാഹന ഉപയോഗം, അക്രമവാസന തടയൽ, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ, പൊതുമുതൽ നശീകരണം, ആരോഗ്യ പരിപാലനം, നിയമ ബോധവൽക്കരണം, മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തി, ഡിജിറ്റൽ ഡിസിപ്ലിൻ, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യ പാഠങ്ങൾ നൽകുക. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലും ഈ പഠനം ഉണ്ടാകും. അതിനുശേഷം ജൂലൈ 18-ാം തീയതി മുതൽ ഒരാഴ്ച വരെയും ക്ലാസ് എടുക്കും. ഇതിന് വിദ്യാഭ്യാസ വകുപ്പ് പൊതുമാർഗരേഖ തയ്യാറാക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. പോലീസ്, എക്സൈസ്, ബാലാവകാശ കമ്മീഷൻ, സോഷ്യൽ ജസ്റ്റിസ്, NHM, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, SCERD, കൈറ്റ്, SSK എന്നിവയുടെ നേതൃത്വത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകുക. വിദ്യാർത്ഥികളിൽ അക്രമവാസന, ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ അധ്യയന വർഷത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ആദ്യ രണ്ടാഴ്ച പഠനം നടത്താൻ അധികൃതർ തീരുമാനമെടുത്തത്. സ്കൂളിൽ മെൻഡറിംഗ് ശക്തിപ്പെടുത്തണമെന്നും മെൻഡർമാർ നിരന്തരം വിദ്യാർത്ഥികളുമായി സമ്പർക്കം പുലർത്തണമെന്നും ഡയറി സൂക്ഷിക്കണമെന്നും നിർദ്ദേശവുമുണ്ട്. ഹയർ സെക്കൻഡറികളിലെ സൗഹൃദ ക്ലബ്ബുകൾ ശക്തിപ്പെടുത്തി ചുമതലയുള്ള അധ്യാപകർക്ക് 4 ദിവസത്തെ പരിശീലനം നൽകുകയും ചെയ്തിട്ടുണ്ട്.